ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ കറി. ഈ 2 വഴുതനങ്ങ കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വഴുതനങ്ങ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. സവാള, തക്കാളി, 2 വഴുതനക്ക, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കുതിർത്ത് ഇട്ടിരിക്കുക, അത് അരച്ചെടുക്കാനുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാല. പിന്നെ നമുക്ക് ഇത് കറി ഉണ്ടാക്കി കഴിഞ്ഞ് താളിക്കാനായിട്ട് 2 വറ്റൻമുളക് വേണം, ഇച്ചിരി കടുക് വേണം, വേപ്പില വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ കശുവണ്ടി പരിപ്പ് കുതിർത്തി വെച്ചിരിക്കുന്നത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഇതുപോലെ മീഡിയം സൈസ്, സവാള, തക്കാളി, അതുപോലെ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഒരു കടായി അടുപ്പത്ത് വെക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ചൂടാകാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് സവാള വഴറ്റാനിടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. ബാക്കി നമുക്ക് ഇത് ചാറുള്ള കറി ആയതുകൊണ്ട് നമുക്ക് അവസാനം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂൺ ഇടുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. ഒന്ന് പൊക്കി നോക്കാം. ആയിട്ടില്ല, ഇച്ചിരി കൂടെ ഒരു കളർ ചേഞ്ച് വരണം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഇട്ടുണ്ട്. ഇതിലോട്ട് തക്കാളി ഇടും. കുറച്ച് സമയം മൂടി വെക്കുക. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഏതാണ്ടൊരു പരുവായിട്ടുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൊടികളിടാം. 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ. ഇപ്പോൾ ഇവിടെ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കളറിനും എരിവിനും വേണ്ടിയാണ് ഈ കാശ്മീർ ചില്ലി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് നേരം കൂടെ മൂടി വെക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പച്ചപ്പ്, മല്ലിപ്പൊടിക്കൊക്കെ ഒരു പച്ചപ്പുണ്ട്, അതങ്ങ് മാറും. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല അവസാനത്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് വഴുതനങ്ങ മുറിച്ച് വെച്ചിരിക്കണ ഇത് നല്ലപോലെ ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കുക. നമ്മളെപ്പോഴും ഈ മൂടി വെക്കുക എന്ന് പറയുമ്പോഴേ ആ സിമ്മിലിട്ടിട്ട് വേണം ഈ മൂടി വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് നമ്മൾ നോക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സംഗതി അതോടെ തീർന്നു.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് നമ്മൾ ഒരു തിക്ക് കറിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരിച്ചിരി കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാകത്തില്ല. ഇപ്പോൾ തിളച്ച വെള്ളം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്നും നോക്കുന്നതല്ല, കുഴപ്പമില്ല, ഉപ്പ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഉപ്പാണ് ആകെ ഇട്ടിരിക്കുന്നത് ടോട്ടൽ. നമ്മുടെ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് അരച്ചത് ഇടുക. അണ്ടിപ്പരിപ്പ് അരച്ചത് ഇളക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് മിനുക്കോണി താളിച്ച് ഒഴിക്കുക. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. കടായിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലോട്ട് ഇച്ചിരി വേപ്പില, കഴിഞ്ഞ് 2 പച്ചമുളക്, ഈ സിമ്മിലിടുന്നതാണ് നമ്മൾ. ഈ പരുവത്തിൽ തീ അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ വറതാളിച്ചത് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുക. നമ്മുടെ ചപ്പാത്തിക്കറി റെഡിയായി. ഇതിനൊരു വഴുതനങ്ങാക്കറി എന്നല്ലാതെ വേറെ എന്താ പേരിടാൻ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതിൽ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഞാൻ അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം ടേസ്റ്റ് കണ്ടിട്ട് ചിക്കൻ മസാല ഇടേണ്ട കാര്യമില്ല എന്ന് തോന്നി. അതുകൊണ്ട് ചിക്കൻ മസാല പറഞ്ഞെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെങ്കിലും ഇതിലിട്ടിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.